Alhamdulillah. Nahmadullah wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم يوسف أيها الصديق أفتنا في 7 بقرات سمان 7 بقرات سمان يأكلهن 7 عجاف و7 سنبلات خضر وأخر يابسات لعلي أرجع إلى الناس لعلهم يعلمون قال تزرعون 7 سنين دأبا فما حصدتم فذروه في سنبله إلا قليلا مما تأكلون ثم يأتي من بعد ذلك 7 شداد يأكلن ما قدمتم لهن إلا قليلا مما تحصنون ثم يأتي من بعد ذلك عام فيه يغاث الناس وفيه يعصرون صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സ്രഷ്ടാവായ നാഥന്റെ തീരുമാനങ്ങൾക്ക് വിധേയപ്പെട്ട് യഥാർത്ഥ മുഅ്മിനുകളായി മുഅ്മിനാത്തുകളായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അർഹമർ റഹീമീനായ റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആശയക്കുഴപ്പങ്ങൾ ധാരാളമുള്ള ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ പാതയെ ശരിയായി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മാതൃകകളെ കഴിവിന്റെ പരമാവധി സ്വീകരിച്ചുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ മുമ്പോട്ടു പോകാനുള്ള മഹാഭാഗ്യം തന്ന് നാഥൻ നമ്മെ തുണക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പാകെ തുറന്നു വെക്കുന്നു. ധാരാളം പ്രവാചകന്മാരെ ഖുർആൻ ഈ നിലയ്ക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം സാമാന്യം വിശദമായി തന്നെ പരാമർശിക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. യൂസുഫ് നബിയുടെ ചരിത്രം ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്.
ഒരുപക്ഷെ മറ്റ് ചരിത്രങ്ങളേക്കാൾ കഥകളും ഉപകഥകളും കഥാപ്രസംഗങ്ങളും പാട്ടുകളുമൊക്കെയായി യൂസുഫ് ഖിസ്സ നന്നായി ആസ്വദിച്ചവരാണ് മുസ്ലിം സമൂഹം. യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചെടുത്തു നിന്ന് ഒരു ഭാഗം യൂസുഫ് അലൈഹിസ്സലാമിന്റെ രാഷ്ട്രീയ വ്യക്തിത്വം, അതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്രമുൻ നാസ്, ഏറ്റവും ബഹുമാന്യനായ മനുഷ്യൻ എന്ന് പരിചയപ്പെടുത്തിയ പ്രവാചകനാണ് യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബിയുടെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ സൂചനകൾ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് തൊട്ടുകൂടാത്ത, ദീനിന് പുറത്തുള്ള, അല്ലെങ്കിൽ ആരൊക്കെയോ കൂടി ഇതിലേക്ക് മനഃപൂർവ്വം കണക്ട് ചെയ്ത ഒരു സംഗതിയല്ല. മറിച്ച് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ രാഷ്ട്രീയം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും അള്ളാഹു നിയോഗിച്ച പല ദൈവദൂതന്മാരും ഏറ്റവും നല്ല രാഷ്ട്രീയം ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയവരാണെന്നും വിശുദ്ധ ഖുർആൻ ഒരാവർത്തി പരിശോധിക്കുന്നവർക്കൊക്കെ ബോധ്യമാകുന്ന കാര്യമാണ്. യൂസുഫ് നബിയുടെ ജീവിതം വിശുദ്ധ ഖുർആൻ ധാരാളമായി വിവരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. സൂറ യൂസുഫിൽ വളരെ വിശദീകരിച്ചുകൊണ്ട് നാഥൻ നമ്മുടെ മുമ്പാകെ തുറന്നുവെക്കുന്നു. സ്വന്തം സഹോദരങ്ങൾ തന്നെ ചതിച്ച് കിണറ്റ് വീണ ഒരു ബാലന്റെ ചിത്രം മുതൽ രാജ്യത്തിന്റെ അധികാര സോപാനത്തിൽ ഉപവിഷ്ടനായി നീതിയും ധർമ്മവും നടപ്പിലാക്കുന്ന ഒരു ഭരണാധികാരിയുടെ ചിത്രം വരെ അനുഭവബഹുലമായ സംഭവങ്ങളാൽ സമ്പന്നമായ ഒരു ചരിത്രമാണ് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെതായി ഖുർആൻ അവതരിപ്പിക്കുന്നത്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ഒരു ഘട്ടത്തിൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി, രാജാവ് വലിയൊരു രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ച സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ദൂതനായ പ്രവാചകനായ യൂസുഫ് അലൈഹിസ്സലാം അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ ആ ഭാഗമൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. രാജാവിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് പറയുന്നു, ഖാല ഇന്നക ലദൈന മക്കീനുൻ അമീൻ. ഖാല ഇന്നക ലദൈന മക്കീനുൻ അമീൻ. താങ്കൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് വളരെ ഉന്നതമായ സ്ഥാനമുള്ള മക്കീനായ ഒരാളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വസ്തനാണ്, അമീനാണ് താങ്കൾ. ഈ രാജ്യത്തിന്റെ ഏത് ചുമതലയും ഏൽപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ താങ്കൾ നമ്മുടെ അടുത്ത് വളരെ വിശ്വസ്തനാണ്, താങ്കൾ ഉന്നത സ്ഥാനമലങ്കരിക്കേണ്ടവനാണ് എന്ന് രാജാവ് പറയും. താങ്കൾ ഏത് ഉത്തരവാദിത്വമാണ് ഏൽക്കാൻ സന്നദ്ധമാവുക, ഇഷ്ടമുള്ളത് ഏത് വകുപ്പാണ് എന്ന് രാജ്യം ഭരിക്കുന്ന രാജാവ് യൂസുഫ് അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം, ഇത് അള്ളാഹുവിന്റെ ദീനാണല്ലോ, ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അതിലേക്ക് എടുത്തു ചാടാനോ മന്ത്രിസ്ഥാനം വഹിക്കാനോ ഒന്നും ഒരു മുഅ്മിനായ മനുഷ്യന് സാധ്യമല്ലല്ലോ എന്ന് കരുതി ചുമതലയിൽ നിന്ന് ഓടിപ്പോവുകയല്ല ചെയ്യുന്നത്. മഹാനായ പ്രവാചകന്റെ മറുപടി, ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർളി ഇന്നി ഹഫീദുൻ അലീം. സൂറ യൂസുഫിൽ അല്ലാഹു പറയുന്നു, ഇജഅൽനി അലാ ഖസാഇനിൽ അർള്. ഈ രാജ്യത്തിന്റെ ഖജാനകൾ, ട്രഷറികൾ, ഈ രാജ്യത്തിന്റെ ഭക്ഷണ വിതരണ സമ്പ്രദായം, ആ വകുപ്പൊക്കെ താങ്കൾ എന്നെ ഏൽപ്പിച്ചു തരിക. ഇന്നി ഹഫീദുൻ അലീം, ഇന്നി ഹഫീദുൻ അലീം.
ഞാനതൊക്കെ കൃത്യമായി സൂക്ഷിക്കാനും പരിരക്ഷിക്കാനും നടത്തിക്കൊണ്ടുപോകുവാനും കഴിവുള്ളവനാണ്. അലീം, അതിനെക്കുറിച്ചൊക്കെ നല്ല വിവരമുള്ളവനുമാണ്. ഈ ഖജാനകൾ എന്നെ ഏൽപ്പിച്ചാൽ അതൊക്കെ നടത്തിക്കൊണ്ടുപോകുവാനും രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അതൊക്കെ നിറവേറ്റുവാനും കഴിവുള്ള പ്രതിഭയുള്ളയാളാണ് ഞാൻ. താങ്കൾക്ക് എന്നെ വിശ്വസിക്കാം. അതിനെ സംബന്ധിച്ചുള്ള അറിവുകളും എന്റെ പക്കലുണ്ട്. അതുകൊണ്ട് ജഅൽനി അലാ ഖസാഇനിൽ അർള്, അതുകൊണ്ട് താങ്കൾ ഈ വകുപ്പുകൾ എന്നെ ഏൽപ്പിക്കൂ എന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ആ രാജ്യത്തെ ഭക്ഷണ സാമ്പത്തിക വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായി, ഭരണാധികാരിയായി മാറുന്ന ചിത്രം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇനിയുമുണ്ട് ഒരുപാട് ചിത്രങ്ങൾ. ഖുർആൻ അദ്ദേഹത്തിന്റെ സ്വപ്ന വ്യാഖ്യാന പാഠവത്തെക്കുറിച്ച് പറയും. അല്ലാഹു പ്രവാചകന്മാർക്ക് നൽകിയ അപൂർവമായ സിദ്ധിവിശേഷങ്ങളിൽ ഒന്ന്, ചില പ്രവാചകന്മാർക്ക് അനിതര സാധാരണമായ സ്വപ്ന വ്യാഖ്യാന പ്രതിഭയുണ്ടായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാമിന് അല്ലാഹു അത് നൽകിയിരുന്നു. രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്കൊക്കെ യൂസുഫ് കിസ്സ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല. ചില സൂചനകൾ മാത്രമാണ് നൽകുന്നത്. യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ കിടന്ന കാലത്ത് നമുക്കറിയാം, നിരപരാധിയായ പ്രവാചകൻ അപവാദങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹം തടവറയിൽ കഴിയേണ്ടി വന്നു. നിരപരാധികൾ തടവറയിൽ കഴിയേണ്ടി വരുന്നത് ആദ്യത്തെ സംഭവമല്ല. ആ ചരിത്രത്തിൽ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ളതാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷേ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന വലിയ പരീക്ഷണഘട്ടങ്ങളിലൊന്നാണ് തടവറയിലെ ജീവിതം എന്ന് പറയുന്നത്. ആ തടവുപുള്ളിയായുള്ള ജീവിതം ഏറ്റവും ഉജ്ജ്വലമായ ഇസ്ലാമിക സമർപ്പണത്തിന്റെ രംഗങ്ങളാക്കി മാറ്റിയതാണ് അമ്പിയാക്കന്മാരുടെയും അവരുടെ അനുചരന്മാരുടെയും ചരിത്രം എന്ന് നമുക്കറിയാം. നിരപരാധിയായിരുന്നു യൂസുഫ്, പക്ഷെ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. 1-2 ദിവസങ്ങളിലെ വർഷങ്ങളോളം തടവറയിൽ ശിക്ഷിക്കപ്പെട്ടു, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ. ആ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. പറഞ്ഞു വരുന്നത്, യൂസുഫ് നബി ജയിലിലായിരുന്ന സമയത്ത് രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ രാജാവ് കണ്ടത് 7 തടിച്ച പശുക്കളെയും 7 മെലിഞ്ഞ പശുക്കളെയും. ഈ തടിച്ച പശുക്കളെ മെലിഞ്ഞ പശുക്കൾ തിന്നുകയാണ്. പിന്നെ നല്ല പച്ചക്കതിര്, അതുപോലെ ഉണങ്ങിയ കതിര്. രാജാവ് കൊട്ടാരം പണ്ഡിതന്മാരോട് ഇതിന്റെ വ്യാഖ്യാനം ചോദിച്ചു. കൊട്ടാരം പണ്ഡിതന്മാർ കൈമലർത്തി, അവർക്കറിഞ്ഞുകൂടാ. അപ്പോൾ കൊട്ടാരത്തിലുണ്ടായിരുന്ന പണ്ട് യൂസുഫ് നബിയോടൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്ന യൂസുഫ് അലൈഹിസ്സലാമിന്റെ സ്വപ്നവ്യാഖ്യാന പാഠവത്തെ സംബന്ധിച്ച് അറിയാമായിരുന്ന, നീ ജയിൽ മോചിതനായി പോകുമ്പോൾ രാജാവിനോട് എന്റെ ദുരിതകഥ പറയണം എന്ന് യൂസുഫ് നബി പറഞ്ഞേൽപ്പിച്ചിരുന്ന, എന്നാൽ അദ്ദേഹം തന്റെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ എല്ലാം മറന്നുപോയ ഒരു മനുഷ്യൻ. അദ്ദേഹം രാജാവിങ്ങനെ കൊട്ടാരം പണ്ഡിതന്മാരോട് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കുന്ന സന്ദർഭത്തിലാണ് പെട്ടെന്ന് ഓർക്കുന്നത്, പണ്ട് യൂസുഫ് എന്ന് പറയുന്ന ഒരു സഹതടവുകാരൻ എനിക്കുണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന്. ഉടനെ രാജാവിനോട് പറയുന്നു. രാജാവ് പറയുന്നു അദ്ദേഹത്തോട്, ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നീ ചോദിക്കണം. അങ്ങനെ രാജാവിന്റെ ദൂതനായി മനുഷ്യൻ ജയിലിൽ വരും. യൂസുഫ് അയ്യുഹ സിദ്ദീഖ് അഫ്തിനാ ഫീ സബഇ ബഖറാത്തിൻ സിമാനിൻ യഖുലുഹുന്ന സബഉൻ ഇജാഫ് വസബഇ സംബുലാത്തിൻ ഖുദരിൻ വഉഖറ യാബിസാത്ത്. ഈ സ്വപ്നത്തെ സംബന്ധിച്ച് ഈ ദൂതൻ യൂസുഫിനോട് പറഞ്ഞു, താങ്കൾ എനിക്കതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരണം. ലഅല്ലി അർജിഉ ഇലന്നാസി ലഅല്ലഹും യഅലമൂൻ. അങ്ങനെ ജനങ്ങൾക്ക് അവരുടെ ബോധവൽക്കരണത്തിലേക്ക് അവർക്ക് അറിയിച്ചു കൊടുക്കുവാൻ വേണ്ടി എനിക്ക് മടങ്ങിപ്പോകണമല്ലോ താങ്കൾ, അതുകൊണ്ട് ഇതിന്റെ വിശദീകരണം പറഞ്ഞു തരണം. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുകയാണ്. ഖാല തസ്റഊന സബഅ സിനീന ദഅബൻ. അദ്ദേഹം പറഞ്ഞു, ഈ വരുന്ന 7 കൊല്ലം നിങ്ങൾ ഭംഗിയായി തുടർച്ചയായി കൃഷി നടത്തും. ഫമാ ഹസത്തും ഫദറൂഹു ഫീ സുംബുല. അങ്ങനെ നിങ്ങൾ കൊയ്ത്ത് നടത്തുമ്പോൾ ഫദറൂഹു ഫീ സുംബുലിഹി, കതിരിൽ തന്നെ
അതിന്റെ വിളവ് നിങ്ങൾ സൂക്ഷിക്കണം, കരുതി വെക്കണം. ഫദറൂഹു, നിങ്ങൾ കരുതി വെക്കണം. ഇല്ല ഖലീലൻ മിമ്മാ തഅക്കുലൂൻ, നിങ്ങൾക്ക് ഭക്ഷണം, നിങ്ങൾക്ക് കഴിക്കാൻ ആവശ്യമായത് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ആ കതിരിൽ തന്നെ നിങ്ങൾ കരുതി വെക്കണം. കാരണം സുമ്മ യഅ്തി മിൻ ബഅദി ദാലിക സബഉൻ ശിദാദ്, പിന്നീട് വരാൻ പോകുന്നത് 7 വർഷക്കാലം കടുത്ത ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കഠിനമായ വറുതിയുടെ കാലമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ കരുതി വെക്കണം. ഇത് കുല്ലമാ ഖദ്ദംതും ലഹുന്ന ഇല്ലാ ഖലീലൻ മിമ്മാ തുഹ്സിനൂൻ, അപ്പോൾ ഈ കരുതി വെച്ചത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ, നിങ്ങൾക്ക് ഭക്ഷണത്തിനായി ഉപയോഗിക്കാൻ കഴിയും. ഇല്ലാ ഖലീലൻ മിമ്മാ തുഹ്സിനൂൻ, പ്രത്യേകം സൂക്ഷിച്ചു വെച്ച, പിന്നീട് കൃഷിക്കായി സൂക്ഷിച്ചു വെച്ചതൊഴികെ ബാക്കി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി ആ ക്ഷാമകാലത്തെ, ആ പ്രതിസന്ധി ഘട്ടത്തെ, ആ സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലത്തെ നിങ്ങൾക്ക് നേരിടാൻ കഴിയും. സുമ്മ യഅ്തി മിൻ ബഅദി ദാലിക ആമുൻ, പിന്നീടൊരു കൊല്ലം വരും. ഫീഹി യുഗാസുൻ നാസ് വഫീഹി യസ്റുൻ, ജനങ്ങൾ ഭംഗിയായി കൃഷി ചെയ്യും, അതുപോലെ പിന്നെ പഴങ്ങളൊക്കെ പിഴിഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു നല്ല കാലം വരാനിരിക്കുന്നു എന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇദ്ദേഹത്തോട് പറയുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, രാജ്യഭാവിയെ സംബന്ധിച്ച്, ജനങ്ങളുടെ ജീവിതത്തിന്റെ ഐശ്വര്യത്തെ സംബന്ധിച്ച്, അതിന് നമ്മൾ നടത്തേണ്ട ആസൂത്രണത്തെ സംബന്ധിച്ച് ഈ ചിന്ത, ഈ ബോധം, ഈ ആസൂത്രണം, ഈ ആലോചനകൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുണ്ടോ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പ്രവാചകന്മാർ ചരിത്രത്തിൽ ഇന്നലകളിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത നല്ല രാഷ്ട്രീയത്തിന്റെ മാതൃകകൾ സമർപ്പിച്ചുകൊണ്ട് വേദഗ്രന്ഥങ്ങൾ നൽകുന്ന ഈ വെളിച്ചങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയം നന്നായി തീരുന്നത്. ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകന്റെ ലക്ഷണങ്ങൾ, ഒരുപിടി പാഠങ്ങൾ ഈ സ്വപ്ന വ്യാഖ്യാന സംഭവത്തിലുണ്ട് എന്ന് നമുക്കറിയാം. വരാൻ പോകുന്ന 7 കൊല്ലം കടുത്ത ക്ഷാമത്തിന്റേതാണോ? വരാൻ പോകുന്ന 7 കൊല്ലം ഐശ്വര്യത്തിന്റേതാണ്. ഐശ്വര്യത്തിന്റെ കാലത്ത് നിങ്ങൾ കരുതി വെക്കണം. ക്ഷാമകാലത്തേക്ക് ജനങ്ങൾ പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടുവാൻ, രാജ്യത്ത് പ്രതിസന്ധികളില്ലാതെ കടന്നുപോകുവാൻ, രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ നേരിടുവാൻ, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുവാൻ, സാമ്പത്തികമായ സന്തുലനം കാത്തുസൂക്ഷിക്കുവാൻ ഇങ്ങനെ ചെയ്യണം എന്ന് ആസൂത്രണത്തെ സംബന്ധിച്ച്, ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ചിന്തകളും പ്ലാനിങ്ങുകളും അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത്, നല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്, ശരിയായ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ജനങ്ങളെ അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയും ആകുലപ്പെടുകയും അവരുടെ ഭാവിയെ സംബന്ധിച്ച് ആസൂത്രണം നടത്തുകയും അവരുടെ ഐശ്വര്യത്തിനു വേണ്ടി പരിപാടികൾ കണ്ടെത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന നല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് ദീനിന്റെ ഒരു വലിയ ഭാഗമായി വിശുദ്ധ ഖുർആൻ അടക്കമുള്ള വേദഗ്രന്ഥങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇന്നോക്ക് മഹാനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തേണ്ടതില്ല. കാരണം ലോകാന്ത്യം വരേക്കുമുള്ള മനുഷ്യ സമൂഹത്തിന്റെ അന്തിമമായ ജീവിത മാതൃകയായിട്ടാണല്ലോ അന്ത്യപ്രവാചകൻ കടന്നു വന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. രാഷ്ട്രീയ ജീവിതം നയിക്കുക മാത്രമല്ല, ഒരു രാഷ്ട്രത്തെ സ്ഥാപിക്കുകയും ആ രാഷ്ട്രത്തിന്റെ മാതൃകാപരമായ നേതൃത്വം നൽകുകയും ചെയ്ത വലിയ രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് നമുക്കറിയാം. ആ രാഷ്ട്രീയവും യൂസുഫ് നബിയുടെ രാഷ്ട്രീയത്തെ പോലെ തന്നെ സൂക്ഷ്മമായി നമ്മൾ പഠന വിധേയമാക്കേണ്ട ഒരു വലിയ വിഷയമാണ്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. മഹാനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ ഉയർന്നു കാണുന്ന ഒരു വലിയ സവിശേഷതയെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പ്രവാചകൻ എല്ലാവരെയും ഒന്നായി കണ്ടു. പ്രവാചകൻ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ, പ്രജകളെ മുഴുവൻ ഒന്നായി കണ്ടു. മനുഷ്യരെ മുഴുവൻ ഒന്നായി കാണുന്ന ഈ മാനവികതയാണ് പ്രവാചക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പ്രഖ്യാപിച്ചു, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാ ഭേദചിന്താഗതികളും ഒഴിവാക്കി എല്ലാ മതിൽക്കെട്ടുകളും തകർത്തെറിഞ്ഞുകൊണ്ട് മനുഷ്യരെ എന്ന് സംബോധന ചെയ്ത ലോകത്തിലെ ഏക വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ആയത്താണ്. സൂറത്തുൽ ഹുജറാത്തിൽ
ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളുടെ ജനനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്നാണ്. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്നാണ് എന്ന് സൈദ്ധാന്തികമായ ആദർശപരമായ ഒരടിത്തറ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഒന്നിന്റെ ദർശനമാണ് വിശുദ്ധ ഖുർആൻ. ഏകനായ അള്ളാഹുവിന് നിങ്ങൾ കീഴ്പ്പെടൂ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഏക സമൂഹമാണ്, ഏക മാനവികതയാണ്, ഏക സമാജമാണെന്നും മനുഷ്യരെ ഉണർത്തുന്നു. പ്രവാചകൻ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലയിപ്പിച്ചുകൊണ്ടാണ് ലോകത്തിന് പരിചയപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലയിപ്പിച്ചുകൊണ്ട് ഓരോ രോമകൂപങ്ങളിലും ഓരോ കോശങ്ങളിലും അലിഞ്ഞു ചേർന്ന ഒരു ആദർശമായിട്ടാണ് പ്രവാചകൻ പ്രായോഗികമായി അത് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചത്. നമ്മളറിയണം, തത്വചിന്ത എന്ന നിലക്ക് ജനങ്ങളെല്ലാം ഒന്നാണ് എന്ന് പറയുകയല്ല പ്രവാചകൻ ചെയ്തത്. പ്രവാചകന്റെ പ്രസക്തി എന്ന് പറയുന്നത് ആ ഒന്നാണ് എന്ന ആശയത്തെ പ്രായോഗികമായി ഒരു രാഷ്ട്രത്തെ സമർപ്പിച്ചുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ട് പ്രവാചകൻ അവരെ ഏകോപിപ്പിച്ചുകൊണ്ട് വർണ്ണവൈവിധ്യങ്ങളുള്ള ജാതികളും ഉപജാതികളുമുള്ള മതസമൂഹങ്ങളെ ഒന്നായി ചേർത്തുകൊണ്ട് ഒരു മാലയിലെ മുത്തുമണികൾ പോലെ ചേർത്തുകൊണ്ട് ഒരു മദീന സമാജത്തെ പ്രവാചകൻ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹൃദയത്തിൽ ഈ ആദർശം എന്തുമാത്രം ലയിച്ചു ചേർന്നിരുന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഹദീസുകളിൽ വന്ന ഒരു വാചകമുണ്ട് പ്രവാചകന്റെ നമസ്കാരാനന്തരമുള്ള പ്രാർത്ഥനകളെ സംബന്ധിച്ച്. അതിലൊരു വാചകം ഇന്നമാ അന ഷഹീദുൻ അന്നൽ ഇബാദ കുല്ലുഹും ഇഖ്വ എന്നായിരുന്നു. ലോകത്തേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ, ലോകത്തിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ ജീവചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കാണുക സാധ്യമല്ല. ആരുമാരും അറിയാത്ത നമസ്കാരാനന്തരം ഒറ്റയ്ക്കിരുന്ന് പ്രവാചകൻ തന്നോട് തന്നെ പറയുന്ന മന്ത്രങ്ങളിൽ ഒന്ന് ഇന്നമാ അന ഷഹീദുൻ അന്നൽ ഇബാദ കുല്ലുഹും ഇഖ്വ. ലോകത്തിലെ എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ സാക്ഷിയാണ്. അന ഷഹീദ്. അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളായ മുഴുവൻ മനുഷ്യരും എല്ലാ ഭേദങ്ങൾക്കും അപ്പുറം അവരൊന്നാണ്, സഹോദരങ്ങളാണ് എന്ന ഏകമാനവികതയ്ക്ക് ഞാൻ സാക്ഷിയാണ്. ഇതിനേക്കാൾ വലിയ മതസൗഹാർദ്ദമുണ്ടോ? ഇതിനേക്കാൾ വലിയ മാനവികതയുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു വിശാലതയുണ്ടോ? നമ്മൾ ആലോചിക്കണം. ആ പ്രവാചകനെയാണ് മതമൗലികവാദിയും ഭീകരവാദിയും ഇസ്ലാമിനെ അത്തരം ഒരു ദർശനമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത്. അത് മറ്റൊരു വിഷയമാണ്, അത് പ്രചരണമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാചകം ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസക്തി അത് കേവലം ഒരു തത്വചിന്തയായി സ്വീകരിച്ചു എന്നിടത്തല്ല, ഒരാദർശമായി പറഞ്ഞു എന്നിടത്തല്ല, അത് തന്റെ ജീവിതത്തിൽ ലയിപ്പിച്ചുകൊണ്ട് ഒരു ലോകത്തെ മുഴുവൻ അങ്ങനെ സൃഷ്ടിച്ചെടുത്തു എന്നതാണ് ചരിത്രത്തിൽ പ്രവാചകന്റെ പ്രസക്തി എന്ന് നമ്മൾ അറിയണം. മദീനയിൽ ചെന്ന റസൂൽ അവിടെയുള്ള സമൂഹങ്ങളെ, അവിടെ ഒരു മദീന രാഷ്ട്രമുണ്ടാക്കുമ്പോൾ ഇസ്ലാമിന്റേതായ ഒരു സാമൂഹ്യ സമാജത്തെ, ഒരു വ്യവസ്ഥയെ രൂപകൽപ്പന ചെയ്യുമ്പോൾ അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഇതര മതസ്ഥരെയും വെടിവെച്ചു കൊന്നുകൊണ്ട്, അവിടെ ഉള്ള എല്ലാ അന്യമതസ്ഥരെയും അവിടെ നിന്ന് പോകാൻ നിർബന്ധിച്ചുകൊണ്ട്, കുടിയൊഴിപ്പിച്ചുകൊണ്ട് അധിനിവേശം നടത്തുകയായിരുന്നില്ല പ്രവാചകൻ ചെയ്തത്. അവിടെയുള്ള എല്ലാ മനുഷ്യരെയും, വ്യത്യസ്ത മതങ്ങളിലുള്ള ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ജൂതന്മാരുണ്ടായിരുന്നു, പ്രവാചകനെ അംഗീകരിച്ച മുഅ്മിനുകളുടെ സമൂഹവും ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നില്ല. നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. പ്രവാചകൻ മദീനയിൽ സ്ഥാപിച്ച മാതൃകാ സമാജം അതിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സമൂഹം പ്രവാചകന്റെ സാമൂഹ്യ നേതൃത്വം അംഗീകരിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. നമ്മളെല്ലാം ഒറ്റ സമാജമാണെന്നാണ് അതിന്റെ തുടക്കം. നമ്മളെല്ലാം ഒരൊറ്റ സമാജമാണ്. ജൂതനാകാം, ക്രിസ്ത്യാനിയാകാം, മുസ്ലിമാകാം. പക്ഷേ നമ്മളെല്ലാവരും ഈ രാജ്യത്തെ പൗരന്മാരാണ്, ഒറ്റ ജനസഞ്ചയമാണ്. അതുകൊണ്ട് എല്ലാവരും അംഗീകരിക്കേണ്ട ചില മൂല്യങ്ങളുടെ അടിത്തറയിൽ പ്രവാചകൻ ഒരു കരാറ് പത്രിക ഉണ്ടാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗപഥത്തിൽ എത്തിച്ചത് എന്ന് നമ്മൾ അറിയണം. ഈ നാട്ടുകാരുടെ ഒരുമ, രാജ്യനിവാസികളുടെ ഐക്യം ഇതാഗ്രഹിക്കുന്ന രാഷ്ട്രീയമാണ്. ഇത് പ്രയോഗപഥത്തിലെത്തിക്കുന്ന രാഷ്ട്രീയമാണ്. ഇതിനായി പരിശ്രമിക്കുന്നവരുടെ രാഷ്ട്രീയമാണ് നല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഒന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന് പകരം ഭിന്നിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതാരുടേതാണെന്ന് ചരിത്രം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഫിർഔനിന്റെ രാഷ്ട്രീയമാണ്. ഫിർഔനിന്റെ പൊളിറ്റിക്സ്.
വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നു. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅൻ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫിർഔൻ വലിയ ധാർഷ്ട്യം കാണിച്ചു. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅ. തന്റെ നാട്ടിലുള്ള ജനതയെ അവൻ ഭിന്നിപ്പിച്ചു, വ്യത്യസ്ത കമ്പാർട്ട്മെന്റുകളിലാക്കി. അവരെ ഒന്നിപ്പിക്കുന്നതിന് പകരം ഭിന്നിപ്പിച്ചുകൊണ്ട് ദുർബലപ്പെടുത്തിക്കൊണ്ട് അവർക്കിടയിൽ അധികാരം വാഴാമെന്നാണ് ഫിർഔൻ പഠിപ്പിച്ച രാഷ്ട്രീയം എന്ന് പറയുന്നു. ആ ഫിർഔന്റെ രാഷ്ട്രീയം ഒരുപാട് പേര് പിന്തുടർന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ ഈ സന്ദർഭത്തിൽ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം മുമ്പിൽ വെച്ചുകൊണ്ട് വേദങ്ങൾ നമുക്ക് നൽകുന്ന വെളിച്ചത്തെ മുൻനിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷയർപ്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രവർത്തകരുമൊക്കെ താൽക്കാലികതകളിൽ അഭിരമിക്കുകയും തൽക്കാല നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം ഉയർത്തിപ്പിടിക്കേണ്ട, ഒരു സമൂഹം ഉയർത്തിപ്പിടിക്കേണ്ട, മനുഷ്യരാശി ഉയർത്തിപ്പിടിക്കേണ്ട മഹത്തായ മൂല്യങ്ങളെയും മഹത്തായ ആദർശങ്ങളെയും പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ ഒരുമയുടെ സന്ദേശത്തെയും മറന്നുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ ജാഗ്രത പുലർത്തുവാൻ രാജ്യനിവാസികളായ സമൂഹങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കണം എന്നാഗ്രഹിക്കുന്നവരാണെന്നല്ല സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഉന്നതമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ പോലും അധികാര രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ അതുപോലുള്ള മോഹങ്ങളുടെ പിന്നാലെ പോയിട്ട് അതിനെക്കുറിച്ചൊക്കെ സൂക്ഷ്മമായ പഠനങ്ങളോ വിചാരങ്ങളോ നടത്താതെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പ്രീണനത്തിന്റെയും പ്രലോഭനത്തിന്റെയും അപരവൽക്കരണത്തിന്റെയും ഒക്കെ രാഷ്ട്രീയം എടുത്തുപയോഗിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ തിരിച്ചറിയണം, അത് തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ്. താൽക്കാലികമായ ചില നേട്ടം, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് കിട്ടണം, അല്ലെങ്കിൽ എന്തോ ഒരു ആധിപത്യം ഉണ്ടാവണം, ഇതിനൊക്കെ വേണ്ടി ഏത് രാഷ്ട്രീയക്കാരായാലും വളരെ ഗൗരവത്തിൽ മനസ്സിരുത്തേണ്ട ഒരു വിഷയമാണ്. ചരിത്രം ഇന്നോളം കണ്ട ഏറ്റവും നല്ല രാഷ്ട്രീയം പ്രവാചകന്മാരുടെ രാഷ്ട്രീയമായിരുന്നു എന്നും ആ പ്രവാചകന്മാരുടെ രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ ചരിത്രം ഇന്നോളം കണ്ട നല്ല രാഷ്ട്രീയങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന ശൈലിയാണ്. അവരുടെ ഭേദചിന്താഗതികൾക്കപ്പുറം മനുഷ്യരെന്ന നിലയിൽ അവരെ ഉയർത്തിക്കാണിക്കുകയും അവരെ ഒന്നിപ്പിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നീതിപൂർണമായ ഒരു രാഷ്ട്രീയം, ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടാത്ത ഒരു രാഷ്ട്രീയം. കാരണം സുസ്ഥിരമായ ചില മൂല്യങ്ങൾ വേണം മനുഷ്യ സമൂഹത്തിന് മുമ്പോട്ട് പോകുവാൻ, സുസ്ഥിരമായ ചില അടിസ്ഥാനങ്ങൾ. ആ അടിസ്ഥാനങ്ങളിൽ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി വെള്ളം ചേർക്കാൻ പാടില്ല. അങ്ങനെ വെള്ളം ചേർത്താൽ സംഭവിക്കുക ഒരു രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നാശവും അധപ്പതനവുമാണ് എന്ന് നമ്മൾ അറിയണം. അവകാശ നിഷേധങ്ങളാണ് ഉണ്ടാവുക. എന്തുമാത്രം ഗൗരവമുള്ള വിഷയമാണ് വർഗീയത എന്നൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, നമുക്കറിയാം. നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ചില പഠനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന പഠനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയവൽക്കരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്തുമാത്രമെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ അറിയണം, ഗുജറാത്ത് വംശഹത്യ നടന്ന സന്ദർഭത്തിൽ ആ വംശഹത്യയ്ക്ക് മുസ്ലിം സമൂഹത്തെ ഇരയാക്കിയപ്പോൾ 2000-ഓളം വരുന്ന മനുഷ്യരെ ക്രൂരമായി കശാപ്പ് ചെയ്തു. നൂറുകണക്കിന് സഹോദരിമാരെ ബലാത്കാരം ചെയ്തിട്ട് ജീവനോടെ ചുട്ടുകൊന്ന സമീപകാല ചരിത്രം കണ്ട ഏറ്റവും ക്രൂരമായ ഹിംസാത്മകമായ വർഗീയ വംശീയ ഉന്മൂലനം നമ്മൾ കാണുകയുണ്ടായി. ആ സന്ദർഭത്തിൽ പരിക്കേറ്റ് മരണവുമായി മല്ലിടുന്ന മനുഷ്യർ ആതുരാലയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആതുരാലയങ്ങൾ നിഷേധിക്കുക, ചികിത്സ നിഷേധിക്കുക. ഡോക്ടർമാരായ ആളുകൾ കുറച്ചു കാലം മുമ്പ് കോഴിക്കോട് വന്ന് പ്രസംഗിച്ചു പോയ വർഗീയ സർപ്പം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വർഗീയ ഫാഷിസത്തിന്റെ വക്താക്കളായ വിഷം ചീറ്റുന്ന വാക്കുകൾ കൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. പ്രൊഫഷൻ കൊണ്ട് ഡോക്ടറാണ്, അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു ആശുപത്രി, ആശുപത്രിയിലേക്ക് കടത്തിയില്ലെന്ന് ചികിത്സക്ക് വന്ന പരിക്കേറ്റ മരണവുമായി മല്ലിടുന്ന സമൂഹത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് ചികിത്സ നിഷേധിച്ച, അവരെ ചികിത്സിക്കരുതെന്ന് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പ്രത്യേകം നിർദ്ദേശം നൽകിയ, ആശുപത്രികൾക്ക് ഭീഷണിക്കത്ത് നൽകിയ, അങ്ങനെ ഏത് കാലഘട്ടത്തിലും ഏത് സന്ദർഭത്തിലും മനുഷ്യനെന്ന നിലയിൽ ഉയർത്തിപ്പിടിക്കേണ്ട മാനവികമായ മൂല്യങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട് ഡോക്ടർമാരായ എന്റെ സുഹൃത്തുക്കൾ, നമുക്കറിയാം
ഡോക്ടർമാരാകുന്ന സന്ദർഭത്തിൽ പഠനമൊക്കെ പൂർത്തീകരിച്ച് പുറത്തേക്കിറങ്ങുന്ന സന്ദർഭത്തിൽ ഒരു പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടാണ് അവർ ഇറങ്ങുന്നത്. ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് പറയുന്ന ഒരു പ്രതിജ്ഞ, മോറൽ എത്തിക്സ്, ധാർമ്മികമായ മര്യാദകൾ, അധർമ്മങ്ങൾക്കൊരിക്കലും കൂട്ടുനിൽക്കുകയില്ല, ധർമ്മവിരുദ്ധമായൊന്നും എന്റെ പ്രൊഫഷൻ കൊണ്ട് ഞാൻ ചെയ്യുകയില്ലെന്ന് 12,500 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് നേതൃത്വം നൽകിയെന്ന് പറയപ്പെടുന്ന വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റസിന്റെ നാമധേയത്തിൽ ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് പറയുന്ന ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ധർമ്മലംഘനങ്ങൾ എന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല, മനുഷ്യത്വവിരുദ്ധമായ പെരുമാറ്റങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഓരോ MBBSകാരനും പുറത്തേക്ക് വരുന്നത്. അങ്ങനെ പ്രൊഫഷൻ കൊണ്ട് ഡോക്ടറായ മനുഷ്യൻ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് ഇവർക്ക് ചികിത്സ പാടില്ല, കൊല്ലുകയും കൊല്ലാൻ സഹായിക്കുകയും ചെയ്യുന്ന ഇത്രക്ക് ഹിംസാത്മകമായ, ക്രൂരമായ, പൈശാചികമായ ഒരു വർഗീയത, ഒരു ഫാഷിസം, ഒരു വംശീയത നമ്മുടെ നാട്ടിലൊരു ഭാഗത്ത് വളർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ 5-6 വോട്ടിന് വേണ്ടി, തങ്ങളുടെ പെട്ടിയിൽ കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടി എന്തടവിന്റെ പേരിലാണെങ്കിലും അത്തരം നയങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകന്മാരായ ആളുകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. കാലങ്ങളായി മതസൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഒരു പച്ചത്തുരുത്തായി മാറിയ നമ്മുടെ നാട്ടിൽ പോലും അത്തരം സമീപനങ്ങൾ എന്തുമാത്രം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് വേണം രാഷ്ട്രീയത്തിൽ മുമ്പോട്ട് പോകുവാൻ. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് പ്രവാചകന്മാർ പഠിപ്പിച്ച, വേദങ്ങൾ മുമ്പോട്ട് വെക്കുന്ന മഹത്തായ രാഷ്ട്രീയത്തിന്റെ, മഹത്തായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുവാൻ ഇസ്ലാമിക സമാജത്തിന് സാധിക്കേണ്ടതുണ്ട്. അമ്പിയാക്കന്മാരെ പിന്തുടർന്നു വന്ന അനുചരന്മാർ ലോകത്ത് കാണിച്ച രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ടതില്ലല്ലോ. സയ്യിദുന്നാസി ഖാദിമുഹും, ജനങ്ങളുടെ ലീഡർ എന്ന് പറഞ്ഞാൽ അവരുടെ സെർവന്റാണ്. എന്തൊരു ഉത്കൃഷ്ടമായ, ഉദാത്തമായ ഒരു പ്രമാണമാണ് ഈ പറയുന്നത്. ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണമാണ്. ജനങ്ങളുടെ നേതാവ് അവരുടെ ഖാദിം, അവരുടെ സെർവന്റ് ആയിരിക്കണം. അവർക്ക് ജോലി ചെയ്ത് അവരുടെ ജീവിതഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറുവാൻ ഭരണാധികാരികൾക്ക് കഴിയണം. തത്വത്തിൽ മാത്രമല്ല, പ്രയോഗത്തിൽ വന്നു എന്ന് നമുക്കറിയാം. ആ ജനസേവനത്തിന്റെ മാർഗത്തിൽ സമർപ്പിതരായിരുന്നു ഖുലഫാഉർ റാഷിദുകൾ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പറയും, ജനസേവന പ്രവർത്തനങ്ങളിൽ നിരതനായി, കർമ്മനിരതനായി ജീവിച്ച മഹാമനീഷിയായ പ്രവാചകന്റെ 2ാം ഉത്തരാധികാരി. ചില സന്ദർഭങ്ങളിൽ ശരീരത്തിന്റെ ക്ഷീണം കൊണ്ടിരുന്ന് ഒന്ന് വിശ്രമിക്കാനൊരുങ്ങുമ്പോൾ മഹാനായ ഫാറൂഖ് ഉമറിന്റെ മനസ്സിലേക്ക് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കടന്നു വരാറുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത്. അഫഹസിബത്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബത്തും അന്നമാ ഖലഖനാകും അബസ. നിങ്ങളെ നാം വെറുതെ ഇരിക്കാൻ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അഫഹസിബത്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നമ്മിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല, നിങ്ങളുടെ വിചാരണ നടക്കുന്ന ഒരു നാളുണ്ടാകും എന്ന ബോധമില്ലേ നിങ്ങൾക്ക്? വെറുതെ ഇരിക്കാൻ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന വിശുദ്ധ ഖുർആനിലെ സൂക്തം അദ്ദേഹത്തിന്റെ മനസ്സിൽ വരികയും വീണ്ടും അദ്ദേഹം കർമ്മനിരതനാവുകയും ചെയ്യുമായിരുന്നു. ഇദാ ഫറഗ്ത ഫൻസബ്. ഒന്നിൽ നിന്ന് വിരമിച്ചാൽ ജനോപകാരപ്രദമായ നല്ല ഒരു കർമ്മത്തിലേക്ക് വീണ്ടും വ്യാപരിക്കാൻ കൽപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ അനുയായിയായിരുന്നു അദ്ദേഹം. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. ജനങ്ങൾക്കെല്ലാം മനുഷ്യാവകാശങ്ങൾ എവിടെ ലംഘിക്കപ്പെടുന്നുവോ അവിടെ ഉണരുന്ന, ജാഗ്രതയോടുകൂടി ആ കാര്യങ്ങൾ വീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയം. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കൂ. ഉമറുൽ ഫാറൂഖിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഗവർണർ, ഈജിപ്തിലെ ഗവർണറായിരുന്ന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ മകനും അവിടെയുള്ള ഒരു ക്രിസ്ത്യാനിയായ പൗരനും തമ്മിൽ ഒരു ഓട്ടപ്പന്തയം നടക്കുകയാണ്. അങ്ങനെ അതിൽ ഗവർണറുടെ മകൻ തോറ്റു. ക്രിസ്ത്യാനിയായ ഈ ചെറുപ്പക്കാരൻ ജയിച്ചതിന്റെ ദേഷ്യം കൊണ്ട് ഈ ഗവർണറുടെ അംർ ഇബ്നുൽ ആസിന്റെ മകൻ മുഹമ്മദ് അദ്ദേഹത്തെ പ്രഹരിക്കുന്നു. രാജ്യത്തെ ഒരു പൗരന്, ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന ഒരു രാജ്യത്തിലെ പൗരൻ, ആ ക്രിസ്ത്യാനിയായ സഹോദരന് വലിയ മനോവിഷമമുണ്ടായി. അദ്ദേഹം നേരെ കേന്ദ്രത്തിലേക്ക് ആ പരാതി എത്തിക്കുകയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഗവർണറെയും മകനെയും മദീനത്തേക്ക് വിളിപ്പിക്കുകയാണ്, തലസ്ഥാനത്തേക്ക് വിളിപ്പിക്കുകയാണ്. ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നത് പോലെ സങ്കല്പിച്ചു നോക്കും. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വിചാരണ നടത്തുകയാണ്. എന്താണ് സംഭവിച്ചത് വിശദീകരിച്ചു. ഒരു ചാട്ടവാറ് കൊടുത്തുകൊണ്ട്, ഈ ക്രിസ്ത്യാനിയായ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു ചാട്ടവാറ് കൊടുത്തുകൊണ്ട്
ഉമർ റളിയല്ലാഹു തആല പറയുകയാണ്, നീ എപ്രകാരമാണോ ശിക്ഷിക്കപ്പെട്ടത് അതുപോലെ ഇവന് പ്രതികാരം ചെയ്യുക എന്ന് പറയുകയാണ്. ഈ മനുഷ്യൻ തനിക്ക് മതിവരോളം അടിച്ചു. ആ ചാട്ടവാറ് കൊടുത്തുകൊണ്ട് ഉമർ പറഞ്ഞു, ഇനി ആ ഗവർണർ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ തലയിലും നീ പ്രഹരിക്കുക എന്ന്. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് മതിയായി, എന്നെ തല്ലിയവനെ ഞാനും തല്ലിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദർഭത്തിലാണ് ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ ചോദ്യം ചോദിച്ചത്, മതസ്തഖത്തുമുന്നാസ്, എന്നാണ് നിങ്ങൾ പിന്നെ ജനങ്ങളെ അടിമകളാക്കാൻ തുടങ്ങിയത്? ഫഖദ് വലദതുഹും ഉമ്മഹാത്തുഹും അഹ്റാറ, മാതാക്കൾ ഉമ്മമാർ അവരെ സ്വതന്ത്രരായിട്ടാണല്ലോ പ്രസവിച്ചത്, അങ്ങനെയുള്ള മനുഷ്യരെ അടിമകളാക്കാൻ എന്നാണ് നിങ്ങൾ തുടങ്ങിയത് എന്ന് ഗവർണറോട് ചോദിക്കുന്ന ഒരു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല. പ്രിയമുള്ളവരെ, പ്രവാചകന്മാർ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ച, പ്രവാചകന്മാരുടെ അനുചരന്മാർ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ച സുസ്ഥിരമായ മൂല്യങ്ങളിലും മാനവികതയിലും നീതിയിലുമൊക്കെ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയം തൽക്കാല ലാഭങ്ങൾക്ക് വേണ്ടി പലപ്പോഴും അതിൽ നിന്നൊക്കെ മാറുമ്പോൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് രാജ്യനിവാസികളായിരിക്കും എന്ന് വളരെ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് രാഷ്ട്രീയ സമീപനങ്ങളും നിലപാടുകളും സ്വീകരിക്കുവാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തകരായ സുഹൃത്തുക്കൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.